ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾ അമേരിക്കയെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. അമേരിക്കയെ മാത്രമല്ല, ലോകത്തെ തന്നെ ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് അനുനിമിഷം തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നു. തന്റെ വ്യക്തിപരമായ നേട്ടം മാത്രമാണ് ട്രംപിനെ പ്രചോദിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ് 100 ദിവസം തികയുന്നതിന് മുൻപ് ട്രംപിന്റെ സമ്പാദ്യം ഇരട്ടിയായി വർദ്ധിച്ചു എന്നത് മാത്രം മതി ട്രംപിന്റെ നിലപാടുകളെ സംശയത്തോടെ വിലയിരുത്താൻ. ഏറ്റവും ഒടുവിലിത ട്രംപ് ചൈന എന്ന ലോകത്തെ ഏറ്റവും വലിയ ഉൽപാദന രാജ്യത്തിന് 100% അധിക നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ തള്ളിവിടുന്നത് ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്കാണ്. ലോകം നേരിടാൻ പോകുന്നത് കഴിഞ്ഞ 100 വർഷത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. 1929 ലോകത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട വാൾ സ്ട്രീറ്റ് ക്രാഷിനെ ഓർമ്മിപ്പിക്കുന്ന പ്രതിസന്ധിയായിരിക്കും വരും നാളുകളിൽ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ആശങ്കയോടെ വിദഗ്ധർ വിലയിരുത്തുന്നത്. 1929 ഒക്ടോബർ മാസം 24 തുടങ്ങി നീണ്ട 10 വർഷം ലോകത്തെ ആശങ്കപ്പെടുത്തിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ദ ഗ്രേറ്റ് ഡിപ്രഷനെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം ലോകത്ത് വീണ്ടും രൂപപ്പെടുന്നു എന്നാണ് അമേരിക്കയിലെ തന്നെ വിദഗ്ധർ പറയുന്നത്. അമേരിക്കൻ ബാങ്കിംഗ് മേഖലയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ഓഹരി വിപണി തകർന്നടിയുകയും ചെയ്ത ആ 10 വർഷം ലോകത്തിന് നൽകിയത് തൊഴിലില്ലായ്മയും പട്ടിണിയുമാണ്. അമേരിക്ക മാത്രമല്ല, ജർമ്മനിയും ബ്രിട്ടനും അടങ്ങുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീണ്ടുപോയി. ലോകത്തെ പട്ടിണി വരിഞ്ഞു മുറുക്കി. ഓർക്കണം, അന്ന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഓഹരി വിപണി ഒട്ടും സജീവമല്ല. അതിന്റെ തുടർച്ച തന്നെയായിരുന്നു വാസ്തവത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിലൂടെ നമ്മൾ കണ്ടത്. അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കളമൊരുങ്ങുന്നു എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്.